ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് കേക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അശ്വിന്റെ ബർത്ത്ഡേ ആണ്. സോ അനു ഓൾറെഡി കേക്ക് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസൈനൊക്കെ കൊടുത്ത് കേക്ക് ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ കോൾ ഫോർ കേക്ക് എന്നുള്ള ഒരു ഷോപ്പിൽ നിന്നിട്ടാണ് കേക്ക് വാങ്ങിച്ചത്. ഇതിന് മുന്നേ നമ്മൾ ഇവിടുന്ന് കേക്ക് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അവർ അടിപൊളിയാണ്. അങ്ങനെ വീട്ടിലെത്തി ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതൊക്കെ പാക്ക് ചെയ്ത് അനുവിൻ്റെ അടുത്ത് പോകാൻ വിചാരിച്ചു. കാരണം കറണ്ട് ഇല്ലായിരുന്നു വന്നപ്പം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡിന്നർ കഴിച്ചിട്ടേ പോവുള്ളായിരുന്നു. ഇതിന് മുമ്പേ ഇഷ്ടമായിട്ട് പറഞ്ഞു നമുക്കൊരു ഷേക്ക് ഉണ്ടാക്കി കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഷേക്ക് ഉണ്ടാക്കി അത് ഹാഫ് അടിച്ചു ഞങ്ങൾ രണ്ടാളും കൂടി. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കേക്കൊക്കെ എടുത്തിട്ട് പോവാൻ ഇറങ്ങി. നമ്മൾ പോവാൻ കറക്റ്റ് ലോക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങിയതും കറണ്ട് വന്നതും ഒരുമിച്ചായിരുന്നു. സോ നമ്മൾ കേക്കൊക്കെ പാക്ക് ചെയ്ത് ചട്ടിയും മട്ടിയൊക്കെ എടുത്ത് അനുവിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ അനുവിൻ്റെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ ആദ്യം തുറന്നപ്പോൾ പുള്ളി ഒന്ന് പമ്മി നിന്നായിരുന്നു ക്യാമറ കണ്ടപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞു കേക്ക് എടുത്തിട്ട് പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ കേക്കൊക്കെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സേഫായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ പ്രിപ്പറേഷൻ തുടങ്ങി. ഒന്നുമില്ല, ചിക്കൻ കറിയും ചപ്പാത്തിയും. റൈസ് ഓൾറെഡി അനു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി നിഷ്ണേട്ടൻ അവിടെ അനുവിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇടയിൽ ഞാൻ ചപ്പാത്തി പരത്തുന്നുണ്ട്. അങ്ങനെ ചിക്കൻ കറി ഒരു വിധമായപ്പോൾ അനു എനിക്ക് ചപ്പാത്തി ചുടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചപ്പാത്തിയും ചിക്കനും റെഡി ആയിരിക്കായിരുന്നു. ഇതിൻ്റെ ഇടയിൽ അശ്വിൻ വന്നു. ചപ്പാത്തി പരത്താൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അവൻ ആയപടി പഠിച്ച പണി 18 നോക്കിയിട്ടും പരത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു അവിടെ വെച്ചോ, ഞാൻ തന്നെ ചെയ്തോളാന്ന്. കുറച്ച് വെള്ളം കൂടുതലായിരുന്നു, പക്ഷെ അത് മാനേജ് ചെയ്യാവുന്നുള്ളൂ അറിയുന്ന ഒരാൾക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. ചപ്പാത്തി കുറച്ച് കഴിഞ്ഞു പോയി. അത് സംസാരത്തിന്റെ ഇടയിൽ തിരിച്ചിടാൻ മറന്നുപോയതാണ്. അങ്ങനെ മീൻ പൊരിച്ചതും ചിക്കൻ കറിയും ഉപ്പേരിയൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു നമ്മൾ. ചിക്കൻ കറി വാസ് സൂപ്പർ ടൂപ്പർ ടേസ്റ്റി. കാരണം എല്ലാവരുടെ കൈയും അതിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് മുറിക്കാനുള്ള ടൈമായി. അനുവിന് അറിയില്ലായിരുന്നു കേക്കിന്റെ ഡിസൈൻ എന്താണെന്ന്. അത് കണ്ട് സർപ്രൈസ്ഡ് ആയ ഫേസ് ആണ് കാണുന്നത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. നമ്മൾ ഏത് ഡിസൈൻ കാണിച്ചു കൊടുത്താലും അവരതുമായി ഉണ്ടാക്കി തരും. കേക്കും നല്ല സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ 12 മണി ആവാനായി നമ്മൾ കേക്ക് മുറിക്കാനുള്ള പ്രിപ്പറേഷനിലേക്ക് പോയി. മെഴുതിരിയൊക്കെ കത്തിച്ചു. അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്തു. അനു സർപ്രൈസ് ആയിട്ട് ഒരു റോസ് കൊണ്ടുവന്നിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അശ്വിന് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ കേക്ക് മുറിച്ചു. നമ്മളല്ല, അവർ കേക്ക് മുറിച്ചു. ഇങ്ങനെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ ഒക്കെ കൂടുമ്പം നമുക്കൊരു സന്തോഷമാണ്. അവരുടെ ഹാപ്പി മൊമെന്റ്, നമ്മളുടെ ഹാപ്പി മൊമെന്റ്. ചെറിയ ചെറിയ സന്തോഷങ്ങൾ ചെറിയ ചെറിയ ആഘോഷങ്ങൾ, വലിയ വലിയ സന്തോഷങ്ങൾ. അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എല്ലാവരും കൂടി സെൽഫി ഒക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ കേക്ക് ഷെയർ ചെയ്തു. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു അടിപൊളി ചെറിയ ദിവസം.